നമസ്കാരം. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്നത് സ്വന്തം നിലനിൽപ്പ് തന്നെയാണ്. നല്ലൊരു ജോലി ഉണ്ടാകണം, ഉയർന്ന ശമ്പളമുള്ള ജോലിയായിരിക്കണം, നല്ല ചുറ്റുപാടുണ്ടാകണം, ഉത്തമയായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ലഭിക്കണം, ഉത്തമരായ കുട്ടികൾ ഉണ്ടാകണം, അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടാകണം, അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും ഒരു കോട്ടവും തട്ടാതെ ഭാഗ്യത്തോടെയുള്ള ഒരു ജീവിതമാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എത്ര ആളുകൾക്ക് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം. സന്തോഷത്തോടെ ജനിച്ച് സന്തോഷത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ മരിക്കുക എന്നത് എല്ലാവർക്കും പ്രാപ്തമാകുന്ന ഒരു കാര്യം കൂടിയല്ല. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള ജീവിതം ലഭിക്കാം, ചിലർക്ക് ലഭിച്ചില്ലെന്നും വരാം. ചുരുക്കമായി പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടും സമ്പൂർണ്ണമായൊരു ജീവിതം ലഭിച്ച ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും സംശയമാണ്. എന്നാൽ ഇനി നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ ഭാഗ്യവതികളാണ് എന്ന് പറയാനുള്ള അവസരം വരികയാണ്. മാർച്ച് 29 മുതൽ നിങ്ങളുടെ തലവര തന്നെ മാറുകയാണ്. നിങ്ങളെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യമില്ലാത്തവരാണ്, ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുവരെ എന്ത് ഭാഗ്യമുണ്ടായി എന്ന് നിങ്ങളെ നോക്കി പരിഹസിച്ച് പറഞ്ഞവർക്കുള്ള മറുപടിയായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാർച്ച് 29 കടന്നു വരുന്നത്. എന്തൊക്കെയാണെന്നല്ലേ? നിങ്ങൾക്ക് യോഗമില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ, ഐശ്വര്യമുള്ളവരാണ് നിങ്ങൾ, നേട്ടമുള്ളവരാണ് നിങ്ങൾക്ക്. അതൊക്കെ ലഭിക്കുവാൻ അല്പം വൈകേണ്ടി വന്നു, അല്ലെങ്കിൽ അതൊക്കെ എൻ്റെ അനുഭവത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് അല്പം കൂടി ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നത് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ചൂണ്ടി പറയാനുള്ള അവസരമാണ് മാർച്ച് 29 മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താനായി പോകുന്നത്. മാർച്ച് 29 സപ്തഗ്രഹി യോഗമാണ് രൂപം കൊള്ളാനായി പോകുന്നത്. അതും നീണ്ട 100 വർഷത്തിന് ശേഷമുള്ള ഭാഗ്യമാണിവിടെ. 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മാറ്റമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾ എത്രത്തോളം ദുരിതം അനുഭവിച്ചു, ആ ദുരിതമൊക്കെ മാറാൻ പോവുകയാണ്, ആ ദുരിതത്തെയൊക്കെ നിങ്ങൾക്ക് മറക്കാൻ പോവുകയാണ്. നിങ്ങളിലേക്ക് ഭാഗ്യം അധികരിച്ചു വരുമ്പോൾ നമ്മൾ കഴിഞ്ഞു പോയാൽ പിന്നിട്ട് പോയ ദുഃഖങ്ങളെയൊക്കെ നമുക്ക് പിന്നെ ഓർക്കാൻ കൂടി സമയമുണ്ടാകില്ല. പിന്നീട് അതൊക്കെ ഒരു മധുരമായ ഓർമ്മയായി മാറും. അതൊക്കെ ഇങ്ങനൊരു അവസ്ഥയിലൂടെയാണോ ഞാൻ കടന്നു വന്നത് എന്നതുപോലും ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചാലും മറന്നു പോകും, നിങ്ങളുടെ ഓർമ്മയിൽ പോലും ഉണ്ടാകില്ല. അത്രത്തോളം വലിയൊരു മാറ്റം ഈ മാർച്ച് 29 മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നുണ്ട്. നിറഞ്ഞ പ്രാർത്ഥനയിലൂടെ മാത്രമേ ഈ ഭാഗ്യത്തെ അല്ലെങ്കിൽ ഈ ഗുണാനുഭവങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരവേൽക്കാൻ സാധിക്കുകയുള്ളൂ. മാർച്ച് 29 വരട്ടെ, ഭാഗ്യം ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. പ്രാർത്ഥിക്കുക. എത്രത്തോളം ഭഗവാനിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ അടുപ്പിക്കാൻ സാധിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ ചുണ്ടുകളിൽ മന്ത്രോച്ചാരണം കൊണ്ട് ഭഗവാനിലേക്ക് ഇറങ്ങി ചെല്ലാനാണ് നിങ്ങൾ ഈ ഒരു സമയം ശ്രമിക്കേണ്ടത്. അത് നിമിത്തം നിങ്ങൾക്ക് സമ്പത്തുണ്ടാകുന്നതാണ്, ഐശ്വര്യം വർദ്ധിക്കുന്നതാണ്, കുലമഹിമയുണ്ടാകുന്നതാണ്, നഷ്ടപ്പെട്ടു പോയ ആഢ്യത്വം പ്രൗഢിയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതാണ്, നേതൃത്വ പാഠവും ഉണ്ടാകുന്നതാണ്, മനസ്സമാധാനം ഉണ്ടാകുന്നതാണ്, അതിലുപരി ശാരീരിക സൗഖ്യം കൂടി ഉണ്ടാകുന്നതാണ്. ഏതൊരു മാതാപിതാക്കന്മാരും ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കളുടെ സന്തതികളുടെ സൗഖ്യമാണ്. ഇവിടെ മാർച്ച് 29 മുതൽ ഈ 9 നക്ഷത്രക്കാർക്ക് തൻ്റെ സന്തതി പരമ്പരകൾക്ക് ശ്രേഷ്ഠമായൊരു ഭാവി കൂടി ഉണ്ടാകുന്നുണ്ട്. അതായത് മാതാപിതാക്കൾക്കുള്ള ഭാഗ്യം, അവർക്ക് ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ചെല്ലുന്നത് കുട്ടികളിലേക്ക് കൂടിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഭാഗ്യമുണ്ടാകാൻ പോവുകയാണ്. വളരെ ശ്രേഷ്ഠമായ ജീവിതം, ഗുണകരമായ നിലവാരത്തോടെ, അല്ലെങ്കിൽ കുട്ടികൾ വിവാഹമായാലും ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളാൽ ബന്ധം ഏർപ്പെട്ട് കഴിയുന്ന അല്ലെങ്കിൽ അകലെയായി കഴിയുന്നവർ, ഇതൊക്കെ ഒത്തൊരുമിച്ച് ആ കുട്ടികൾ സന്തോഷത്തോടെ പോകണമെന്നതാണ് നിങ്ങൾ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും കണ്ട് സന്തോഷം കൊണ്ട് നിർവൃതിയോടുകൂടി ഇരിക്കാനുള്ള ഭാഗ്യം കൂടി ഇവിടെ മാർച്ച് 29 മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ്. ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. ഏത് ദേവനെയാണോ ദേവിയെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അവരെ പ്രാർത്ഥനയോടെ ഇരിക്കുക. കാരണം മാർച്ച് 29 ദിനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ആ ഭാഗ്യത്തെ പൂർണ്ണ തോതിൽ നിങ്ങൾ പിടിച്ചെടുക്കുകയാണ് വേണ്ടുന്നത്. അതായത് നമ്മളൊരു കാര്യം ഇങ്ങനെ ഒഴുകി വരുന്നു, അത് നമ്മൾ എത്രത്തോളം ശക്തിയായി അതിനെ പിടിച്ചെടുക്കുമ്പോഴല്ലേ ആ ഒരു സാധനം നമ്മളിലേക്ക് എത്തുന്നു. അല്ലാതെ അത് പൊയ്ക്കോട്ടെ, വേണമെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരട്ടെ, അല്ലെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മളിലേക്ക് കിട്ടത്തില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ അത് വേറൊരാളിലേക്ക് ചിലപ്പോൾ എത്തിപ്പോകും. ആ ചോദിക്കും നമുക്കുള്ളത് നമ്മളിലേക്ക് തന്നെ എത്തുമെന്ന്. പക്ഷേ അപ്പോഴും പ്രാർത്ഥന നിങ്ങൾ മുറക്കാതിരിക്കും. നന്നായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മാർച്ച് 29 മുതൽ നിങ്ങളുടെ കഷ്ടകാലം, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ ദുരിതങ്ങൾ, മക്കളെ ഓർത്തുള്ള നിങ്ങളുടെ വേവലാതികൾ, ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഈ ആകെ ദുഃഖകരമായ കാഴ്ചപ്പാടുകളൊക്കെയും മാറി ജീവിതം പച്ച പിടിക്കാൻ പോകും, കരകയറാൻ പോകും എന്നത് നിങ്ങൾ സംശയിക്കേണ്ട, എഴുതി വെച്ചുകൊള്ളൂ. പക്ഷേ അതിന് മുന്നേ വീണ്ടും പറയുന്നു, പ്രാർത്ഥനകൾ മുടക്കണ്ട. ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അവരെ മുറുകെ പിടിച്ചുകൊള്ളൂ, അവരിലേക്ക് ചേരുക, ഹൃദയം കൊണ്ട് അവരിലേക്ക് അർച്ചനകൾ ചെയ്യുക. മാർച്ച് 29 നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യമായി എത്തുന്നതായിരിക്കും. അപ്പോൾ ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാരെ കുറിച്ചുകൂടി നോക്കാം. അവർ ചെയ്യേണ്ടതായ കുറച്ച് വഴിപാടുകൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക.
ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാരാണ്. അപ്പോൾ ഇവർ വരുന്നത് മിഥുനം രാശിയിലാണ്. ജോലിയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ജോലി ഇല്ലാത്തവർക്കോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുമെന്നതിലുപരി ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി കൂടി ലഭിക്കുന്ന സമയമാണ് മാർച്ച് 29 മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പരാജയപ്പെട്ട് തലയ്ക്ക് കയ്യും കൊടുത്ത് ജീവിതം കടം കയറി മുടിഞ്ഞു എന്ന് പറയുന്ന അവസ്ഥയിലിരിക്കുന്ന ആളുകളുണ്ടാകും. ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ കൂടിയാണ് പറയുന്നത് മാറ്റം വരും, ആ തലയ്ക്ക് കൈ കൊടുത്തിരിക്കരുത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും നെഗറ്റീവ് ഊർജ്ജങ്ങൾ നിങ്ങളിലേക്ക് കയറി നിങ്ങൾ ഡൗൺ ആയി പോവുകയുള്ളൂ. ഇതൊന്നും ആരും എപ്പോഴും പറഞ്ഞു തരികയല്ല. നിങ്ങൾ പോസിറ്റീവായിരിക്കും. നല്ലൊരു കാലം വരാൻ പോവുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ നല്ല സമയം നിങ്ങളിലേക്ക് എത്തുകയാണ്. യാത്രകളൊക്കെയും ഫലവത്താകാൻ പോവുകയാണ്. കടങ്ങൾ തീരും. നിങ്ങളുടെ തലയ്ക്ക് കൈ കൊടുത്തിരിക്കേണ്ട അവസ്ഥ വന്നത് കടങ്ങൾ ഉണ്ടെന്ന ആ ഒരു ചിന്തയല്ലേ, ആ ചിന്ത ഇവിടെ മാറാൻ പോവുകയാണ്. കടങ്ങൾ തീരാൻ പോവുകയാണ്. നിക്ഷേപം ഉണ്ടാകും. ഇവിടെ നിന്ന് വരും, എന്ത് വരുമെന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. പ്രാർത്ഥിക്കൂ. പ്രാർത്ഥനയിലൂടെ നിങ്ങളിലേക്ക് ഭഗവാൻ എല്ലാ ഐശ്വര്യത്തെയും ചൊരിയുന്നതായിരിക്കും. ഒരു സുരക്ഷിതത്വ ബോധം നിങ്ങളിലേക്ക് എത്തും. സേവിങ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഒരു സുരക്ഷിതത്വം എന്തെന്ന് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാവുകയും സുരക്ഷിതത്വ ബോധം അല്ലെങ്കിൽ സുരക്ഷിതമാകുന്ന ഒരു ഭാവി നിങ്ങൾക്കുണ്ടാകുകയാണ്. സ്ഥിര വരുമാന ലബ്ധി, ജോലിയില്ലാതെ വലയുന്ന കുട്ടികൾക്ക് കൂടി ഇവിടെ സ്ഥിര വരുമാന ലബ്ധി ഉണ്ടാകുകയാണ്. കൈവെക്കുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് മേന്മയുണ്ടാകും. ഭാഗ്യം കൂടെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് മാർച്ച് 29 മുതൽ തുടങ്ങുന്നത്. വിജയമാണ്, നേട്ടമാണ്, മേന്മയാണ്, ശോഭനമായ ഭാവിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ്, ഗണപതി ഭജനം. കഴിയുന്ന സമയങ്ങളിലൊക്കെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. വളരെ നല്ല സമയമാണ്. എന്തെങ്കിലും നമുക്ക് ചെറിയ തടസ്സങ്ങൾ, ഏതൊരു മനുഷ്യരായാലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വരും. അപ്പോൾ ഭഗവാനെ കൂടുതൽ വിളിക്കുക. നിങ്ങൾ വിളിക്കേണ്ടത് ഇപ്പോൾ ഗണപതി ഭഗവാനെയാണ്. അടുത്ത് ഗണപതി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക. 1 രൂപയാണെങ്കിൽ പോലും തലയ്ക്കൊഴിഞ്ഞ് ആ നടയിൽ സമർപ്പിക്കുക, വഞ്ചിയിലിടുക. കൂടാതെ ഒരു നാളീകരം തലയ്ക്കൊഴിഞ്ഞ് ആ നടയിലൊന്ന് ഉടയ്ക്കുക. ഞാനെന്ന അഹംഭാവവും മാറും. അതുകൂടാതുള്ള ദോഷങ്ങളും ആ മനസ്സിൻ്റെ ക്ലേശങ്ങളും മാറും. അനുഗ്രഹവും കൂടുതലായി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രങ്ങൾ പുണർദം, പൂയം, ആയില്യം. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. വളരെയധികം മാറ്റങ്ങൾ വന്നു ഭവിക്കുകയാണ് ഈ മാർച്ച് 29 മുതൽ. പ്രതിസന്ധികൾ ദൂരെ നീങ്ങുകയാണ്. ഭഗവാൻ പ്രതിസന്ധികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൂരേക്ക് എറിയുകയാണ്. അനുകൂല സമയം വരികയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഒട്ടും ഇനി എഴുന്നേൽക്കില്ല, അല്ലെങ്കിൽ ഒട്ടും ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ തുടങ്ങുകയാണ്. എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്നാണ് നിങ്ങളെ ഇനി ഭഗവാൻ കരകയറ്റാനായി പോകുന്നത്. സ്ഥാനക്കയറ്റം ഉണ്ടാകും, കുടുംബ ഉന്നതി ഉണ്ടാകും, വിദേശ യാത്രാ ഗുണം. മക്കളോ കൊച്ചുമക്കളോ അല്ലെങ്കിൽ മരുമക്കളോ ഒക്കെ വിദേശത്തേക്ക് പോകാനായി കാത്തിരിക്കുന്നു. ഒരുപാട് നാളായി ശ്രമിക്കുന്നു, പരാജയം ഉണ്ടാകുന്നു എന്നൊക്കെ ആലോചിക്കുന്ന അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടാകും വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് കൂടി പറയുകയാണ്, മാറ്റമുണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്ത് നിന്ന് ഈ വർഷം 2025 അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി വിദേശത്തേക്ക് എത്തിയിരിക്കും. ഇവിടെ വളരെ വലിയ മാറ്റത്തിൻ്റെ സമയമാണ്. 100 വർഷത്തിന് ശേഷമുള്ള ഈ ഗ്രഹങ്ങളുടെ ഒത്തൊരുമിക്കലാണ് ഇവിടെ സംഭവിക്കുന്നത്. മാറ്റിവെച്ച പല ഉദ്യമങ്ങളും, അതായത് ഇപ്പോൾ പറ്റുന്നില്ല, ഇപ്പോൾ സമ്പത്തില്ല, പിന്നെ ആവട്ടെ എന്ന് കരുതി നിങ്ങൾ മാറ്റിവെച്ച പല കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ, പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജീവിതം എല്ലാ രീതിയിലും അർത്ഥവത്താകാൻ പോകുന്ന ഒരു സമയമാണ്. ആർക്കോ വേണ്ടി രാവിലെ എഴുന്നേൽക്കുന്നു, ആർക്കോ വേണ്ടി ജോലികൾ ചെയ്യുന്നു, ആർക്കോ വേണ്ടി ആഹാരം കഴിക്കുന്നു, മരുന്ന് കഴിക്കുന്നു, ആർക്കോ വേണ്ടി കിടന്ന് ഉറങ്ങുന്നു, ഉറക്കവുമില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. എല്ലാം ആർക്കോ വേണ്ടി, എങ്ങനെയാണ് പോകുന്നത് വരെ പോകട്ടെ എന്ന് ചിന്തിച്ചിരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് മാറ്റം വരാൻ പോകുന്നത്. ജീവിതം അർത്ഥവത്തായി മാറാൻ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം. നിങ്ങൾ ദുർഗാ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക. ദുർഗാ സ്തോത്രം ജപിക്കാനായി ശ്രമിക്കുക. മാറ്റമുണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. ശത്രുക്കളെ വരെ അമ്മ മഹാമായ, അമ്മ പരാശക്തി എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരുന്നതാണ്. മനസ്സമാധാനം ഉണ്ടാകും. ഒരു ദിവസം ഒന്ന് പോയി അടുത്ത് ദുർഗാദേവി ക്ഷേത്രമുണ്ടെങ്കിൽ ഒന്ന് പോയി ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കേ. മനസ്സമാധാനം, നഷ്ടപ്പെട്ടു പോയ ജീവിത ഗുണങ്ങൾ, സൗഖ്യം ഒക്കെയും നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. അടുത്ത നക്ഷത്രങ്ങൾ ഉത്രം, അത്തം, ചിത്തിര. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സന്തോഷമുണ്ടാകുന്ന സമയമാണ്. സമാധാനം വർദ്ധിക്കുന്ന സമയമാണ്. ദാമ്പത്യ ഗുണമുണ്ടാകും, സുഖമുണ്ടാകും, മനസ്സന്തോഷമുണ്ടാകും. പൊതുമധ്യത്തിൽ ബഹുമാന്യത വർദ്ധിക്കും. ശാരീരിക സൗഖ്യമുണ്ടാകും. ക്ഷീണമുണ്ട്. എന്ത് രാവിലെ എഴുന്നേൽക്കണോ വേണമോ വേണ്ടായോ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ ആകെ ഒരു ക്ഷീണം, മന്ദത, ഇതൊക്കെയും ഇവിടെ മാറുകയാണ്. വിവാഹം പ്രായമായിട്ടും വിവാഹം വൈകുന്ന ആളുകൾക്ക് വിവാഹ തീരുമാനമെത്തും. മികച്ച മാറ്റമുണ്ടാകും. കാരണം
ഈശ്വരാധീനം നിങ്ങളിലേക്ക് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. കുടുംബ സൗഖ്യമുണ്ടാകും, മക്കൾ നിമിത്തം സന്തോഷമുണ്ടാകും. അവർ നിമിത്തം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം വീണ്ടെത്തുന്ന സമയമാണ്. ആരോഗ്യപരമായ ഗുണങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജീവിതത്തിൽ ഇനി ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ്. മാർച്ച് 29 മുതൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കൊതിച്ചതൊക്കെയും നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര ഈ 3 നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ അല്പം പുറകോട്ടായി, നന്നായി പഠിക്കുന്ന കുട്ടികളായിരിക്കും. വിദ്യയിൽ അല്പം പുറകോട്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അവരുടെ വിദ്യയിൽ ശോഭനമായൊരു ഭാവി കൂടി ലഭിക്കാൻ കുതിർത്ത ചെറുപയർ അത് രാവിലെ വീട്ടിലേക്ക് ചെറിയ പക്ഷികളൊക്കെ വരുമ്പോൾ അവയ്ക്ക് കൊടുക്കുക. ഈ കുട്ടികൾക്ക് വിദ്യയിൽ ശോഭനമായ ഒരു ഭാവി ലഭിക്കുന്നതിന് സഹായിക്കും. ആദ്യമൊക്കെ ഇത് വെക്കുമ്പോൾ പക്ഷികളൊന്നും പെട്ടെന്ന് വരണമെന്നില്ല, എങ്കിലും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ചാകുമ്പോൾ പക്ഷികൾക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനെ ആഹാരം തരുന്നുണ്ടെന്ന്. അവർ താനേ തേടി വന്നോളൂ. അതുവരെ കഴിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് മേന്മയും ശോഭനവുമായ ഭാവി ഉണ്ടാകും. പഠിത്തത്തിലൊരു ഉണർവുണ്ടാവും, ഒരു ഊർജിതം വർദ്ധിക്കും. അപ്പോൾ അതിനൊക്കെ സഹായിക്കും. ഇപ്പോൾ എക്സാം സമയമൊക്കെയാണ്. തുടർന്നുള്ള പഠനത്തിലും ഇങ്ങനെ പിന്നോട്ടായി കഴിഞ്ഞാൽ അവരുടെ ജീവിതം എങ്ങും എത്താതെയായി പോകത്തില്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വിദ്യാർത്ഥികൾക്ക് ഒരു ഉന്നതമായ മാറ്റമുണ്ടാകാൻ, വിദ്യയിൽ ശോഭിക്കുന്നതിന് ഈ ഒരു കാര്യമൊന്ന് നിങ്ങൾ മാതാപിതാക്കളൊന്ന് ചെയ്തു നോക്കുക. ഇത് ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ മാർച്ച് 29 വളരെയധികം ഭാഗ്യം ജീവിതത്തിൽ മുന്നോട്ട് തുടങ്ങാൻ പോകുന്ന നക്ഷത്രക്കാരാണ് ഇവരൊക്കെ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.